ഹരി ഓം. ഏവർക്കും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ AS ദേവനന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 2024 ജനുവരി മാസഫലമാണ്. നമുക്കറിയാം തുടക്കമാണ് അല്ലെ, 2020 പുതുവർഷം തുടക്കമാണ്. പായം തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു പുതുവർഷത്തിൽ നമ്മുടെ പുതിയ ഒരു തുടക്കത്തിലേക്ക് കുറിക്കാൻ പോവുകയാണ് അല്ലേ. നമുക്ക് ജനുവരി മാസം എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് മന്താണ് അല്ലേ. നമുക്കറിയാം തുടക്കം നന്നായ ബാക്കി അങ്ങോട്ട് ഗംഭീരമാകും എന്നറിയാം അല്ലേ. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ബെസ്റ്റ് ഇംപ്രഷൻ. ഒരു വർഷത്തിന് തുടക്കം നമുക്ക് എങ്ങനെയാണ്, അപ്പം നമുക്ക് ഒന്ന് റിക്കവറി അല്ലെങ്കിൽ ഒന്ന് പുറകോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ 2025 നമ്മൾ കടന്നത് ഒത്തിരി ആഗ്രഹങ്ങളോടെയും ഒത്തിരി പ്രതീക്ഷകളോടും ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടും കുറേ ഗോൾസൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കണേ 2024 നിന്ന് 2025 കടക്കുന്നത് അല്ലേ. അപ്പം ആ കാര്യങ്ങളിൽ നമ്മൾ ഒന്ന് ചിന്തിക്കുക, ഒന്ന് ഇരുന്ന് ചിന്തിക്കുക. ഒരു ബുക്ക് എടുത്ത് പേപ്പർ വെച്ച് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് നോക്കുക. ഇനി എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു ഗോൾ, ലക്ഷ്യം എന്തൊക്കെ നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ അത്ര ആഗ്രഹിച്ചിട്ടാണ് നല്ല ലക്ഷ്യങ്ങളൊക്കെ വെച്ചല്ലേ. അപ്പം നമുക്ക് എന്താണ് 2025 നമ്മൾ നേടാൻ ആഗ്രഹിച്ചത്, നമ്മൾ നേടാൻ പ്രതീക്ഷ എന്തൊക്കെയാണ്, എത്രയൊക്കെ നടന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പോസിബിളായി വന്നത് അല്ലെ, എന്തൊക്കെ കാര്യങ്ങളിലേക്കാണ് നമ്മൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പം എവിടെ വരെ എത്തി അതിൻ്റെ സ്റ്റേജ് എല്ലാം ഒന്ന് കുറിക്കുക. ഓക്കെ, എല്ലാവർക്കും ഇതൊന്നും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല അല്ലേ. നമുക്ക് കുറേ കാര്യങ്ങൾ പ്രതീക്ഷ ഉണ്ടാവും. ചിലവർക്ക് ഒന്നുപോലും നടത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ചിലവർക്കാണെങ്കിൽ 1-2 കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവും. ചിലവർക്ക് എന്താണ് ഒരു 75% കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും, ജീവിതത്തിൽ ആഗ്രഹിച്ച് നേടാനൊക്കെ സാധിച്ചിട്ടുണ്ടാവും. നമ്മൾ ഈ 2024 എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറേ പ്രതീക്ഷകളും കുറേ ആഗ്രഹങ്ങളും കൂടെയാണ് നമ്മൾ ഇനി പുതിയ അല്ലേ. നമുക്കൊരു പ്രതീക്ഷയോടാണ് മനുഷ്യൻ മുന്നോട്ട് പോകുന്നത് അല്ലേ. പ്രതീക്ഷയോടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം ഭയങ്കര പ്രശ്നമുള്ളവരായി നാളെ നന്നാവും എന്നൊരു പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത്. ഒത്തിരി കരഞ്ഞുകൊണ്ടിരിക്കുന്നവർ നാളെ ഞാൻ ചിരിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് മുമ്പോട്ട് പോകുന്നത് അല്ലേ. അപ്പം ആ ഒരു പ്രതീക്ഷ, ശുഭാപ്തി വിശ്വാസം കൈവിടാതെ 2026 കാണുക. പുതിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള നിങ്ങൾ ആക്ഷൻസ് ചെയ്യുക. നമുക്ക് പേപ്പറിൽ എഴുതി വെക്കാനോ ഒരു കാര്യങ്ങൾ ചെയ്ത് വെക്കാനോ എല്ലാം പറ്റും. പക്ഷെ അത് കൃത്യമായിട്ട് അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം അവിടെ നമുക്ക് എന്താണ് പ്രാർത്ഥന മാത്രം പോരാ അല്ലേ. നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്തിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറയാം. എന്നാലേ നമുക്കത് നേടാൻ പറ്റുള്ളൂ. അപ്പം അതൊക്കെ എന്താണൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. നമുക്ക് ഈ വർഷത്തെ ആദ്യത്തെ മാസമായ ജനുവരി മാസം ഇടവ രാശിക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളുണ്ടെന്ന് നോക്കാം അല്ലേ. ഇടവ രാശി എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? കാർത്തിക, മുക്കാള, രോഹിണി, മകേരം വരെ അടങ്ങുന്ന 2 നക്ഷത്രമാണ് എന്താ ഇടവ രാശി എന്ന് പറയാം അല്ലേ. അപ്പൊ ഇടവ രാശിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണ് 8ലാണ് മിക്ക ഗ്രഹങ്ങളുടെ സ്ഥിതി എന്ന് പറയുന്നത് അല്ലെ. സൂര്യൻ അതെ, ബുധൻ അതെ, ശുക്രൻ അതെ, കുജൻ അതെ 8ാം ഭാവത്തിലാണ് നമുക്ക് മാസത്തിന് തുടക്കം എന്ന് പറയുന്നത്. ഒരു മാസത്തിന്റെ പകുതിക്ക് ശേഷം എന്താണ് 8ാം ഭാവത്തിൽ നിന്ന് 9ാം ഭാവത്തിലേക്ക് ഭാഗ്യസ്ഥാനത്തിലേക്ക് എന്ത് ചെയ്യുന്നു, സൂര്യൻ, ബുധൻ, ശുക്രൻ, കുജൻ രാശി മാറുന്നുണ്ട് അല്ലെ. നമ്മുടെ രാശിനാഥനായ ശുക്രൻ എന്താണ് 8ലാണ്, മാസം പകുതിക്ക് ശേഷം 9ലേക്ക് മാറുന്നു. 2ാം ഭാവത്തിൽ വ്യാഴം, 11 ശനി അല്ലെ. വ്യാഴം ശനിയൊക്കെ നമുക്ക് എന്താണ് അനുകൂലമായി നിൽക്കുന്ന സ്ഥിതിയാണ്. അപ്പൊ നമുക്ക് തൊഴിൽ സംബന്ധമായിട്ട്, ബിസിനസ് റിലേറ്റഡ് ആയിട്ട്, സാമ്പത്തിക സംബന്ധമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാസം എന്ന് പറയുന്നത് നമ്മൾ എന്തിനോ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തിനോ വേണ്ടി എന്താണ് കുറച്ച് ബുദ്ധിമുട്ടി ഹാർഡ് വർക്ക് ചെയ്ത് എന്തോ എഫർട്ട് ഇട്ട് നമ്മൾ ആ ജോലി സംബന്ധമായിട്ടോ ബിസിനസ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വെളുത്ത് റിലേറ്റഡ് ആയിട്ടോ നമ്മൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു നമ്മൾ നേടാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാസം പകുതിക്ക് ശേഷം, അതായത് 15ാം തീയതിക്ക് ശേഷം, കാരണം 15ാം തീയതി മിക്ക ഗ്രഹങ്ങളും എന്താണ് 9ലേക്ക് മാറുന്നുണ്ട്. അപ്പം ആ ടൈമിൽ നമുക്ക് എന്താണ് കുറച്ചുകൂടി നമുക്ക് നല്ല രീതിയിൽ ഒരു ഫേവറായിട്ട് അനുകൂലമായ സമയത്തിലേക്ക് പോവുകയാണ്. സാമ്പത്തികമായിട്ടും നമ്മൾ എന്താണ് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് നോക്കിയാലും തൊഴിൽ റിലേറ്റഡ് നോക്കിയാലും മാസ പകുതിക്ക് ശേഷം നിങ്ങൾക്ക് എന്താണ് നല്ല ശുഭാപ്തി വിശ്വാസം, നിങ്ങൾ സ്ട്രഗിൾ ചെയ്തതിനൊക്കെ മിക്ക ആളുകൾക്ക് എന്താണ് ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു ആശ്വാസം കിട്ടുന്ന ടൈമായിട്ട് നമുക്ക് പറയാം ഈ ജനുവരി 15 ശേഷം എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഫീൽഡിൽ നമുക്കൊരു റെക്കഗ്നൈസേഷൻ കിട്ടുക, ഇതൊക്കെ ഭയങ്കര വലിയ കാര്യമാണ് അല്ലേ. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ, നമ്മൾ ചെയ്യുന്ന ഒരു മേഖലയിൽ നമ്മൾ മറ്റൊരാൾ അറിയുക എന്ന് പറയുന്നത് തന്നെ എന്താണ് ഒരു ഗുഡാണ് അല്ലേ, ഗുഡ് വാല്യൂ ആണ്, അല്ലെങ്കിൽ നല്ലൊരു സന്തോഷം പ്രദാനം ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം അങ്ങനെ വരിക. നീ കുടുംബം റിലേറ്റഡോ ഫാമിലി റിലേറ്റഡ് ആയി ചിന്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈം എന്ന് പറയുന്നത് വിവാഹ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ നിൽക്കുന്നവർക്ക്, ഫിക്സ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവർക്ക് അത് അനുകൂലമായിട്ട് പറയാം. ഇനി അതല്ല നേരത്തെ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുള്ളവരാണെങ്കിലും ഈ ടൈം എന്താണ് അനുകൂലമായിട്ട് നമുക്കൊരു നേട്ടത്തിൻ്റെ ലക്ഷണമായിട്ട് പറയാം. കുടുംബ ജീവിതത്തിൽ നോക്കിയാൽ നമുക്ക് അനുകൂലമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഐക്യത്തോടെ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച്
മുന്നോട്ട് പോവുക, കുടുംബത്തിലൊരു സന്തോഷം നിൽക്കുക, കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ നടക്കുക, അല്ലെങ്കിൽ നല്ല വാർത്തകൾ കേൾക്കുക, ഇതിനൊക്കെ യോഗം പറയുന്ന സമയം നമുക്ക് 8-ാം ഭാവം എന്ന് പറയുന്നത് നല്ലതായിട്ടാണ് നിൽക്കുക എന്ന് പറയുന്നത് നമുക്ക് സന്തോഷത്തെ, നമുക്ക് ഒരു കംഫോർട്ടിനെ, ഒരു എന്താണ് ഒരു ഹാപ്പിനെസ്, ഒരു ജോയ് ഒക്കെ നമുക്ക് തരുന്ന ഒരു ഭയങ്കരമായിട്ട് നമുക്കൊരു നല്ലൊരു കരേജ് കിട്ടുക, നല്ലൊരു കോൺഫിഡൻസ് കിട്ടുക, ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പരസ്പരം നല്ല അണ്ടർസ്റ്റാൻഡിങ് പോകാൻ സാധിക്കുക. ഇതിനൊക്കെ നമുക്കൊരു അനുകൂലമായ രീതിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫാമിലി ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തെ നമുക്ക് നോക്കി കാണാൻ പറ്റും. ഇനി സ്ത്രീകളുടെ കാര്യം നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഈ ഒരു ടൈം എന്ന് പറയുന്നത് കുറച്ച് സന്തോഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. സമ്മാനങ്ങൾ കിട്ടുക, വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വസ്തു വാങ്ങാൻ സാധിക്കുക, വാഹനം വാങ്ങാൻ സാധിക്കുന്ന വാഹനം വാങ്ങാൻ യോഗമുള്ളവർക്ക് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവർക്ക് അത് നേടാൻ സാധിക്കുക. ഇങ്ങനെ സമ്മാനമായിട്ടായാലും കിട്ടുക, ഫോണ്, അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മളികൾ, അല്ലെങ്കിൽ എന്താണ് മാല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, മേക്കപ്പ് ഇഷ്ടമുള്ളവർക്ക് മേക്കപ്പ് പ്രോഡക്ട്സുകൾ ഗിഫ്റ്റായിട്ട് കിട്ടും, അല്ലെങ്കിൽ വാങ്ങാൻ സാധിക്കുക. എന്തായാലും സന്തോഷം, മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കേട്ടോ. നമ്മുടെ സന്തോഷം എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് കൊതിക്കുന്നത്, അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്താണ് പൂർണ്ണമായിട്ട് നമ്മളിലേക്ക് എത്തില്ലെങ്കിൽ പോലും നമുക്കൊരു 60% നമ്മളിലേക്ക് എത്തും. അതിനുള്ള ഇത് നമുക്ക് എന്താണ് ചാൻസ് അല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട്, നമ്മളിലേക്ക് അത് അട്രാക്റ്റ് ചെയ്യാം. ഓക്കെ, അല്ലെ അത് നേടാൻ വേണ്ടി നമ്മൾ കുറച്ചുകൂടി ഈശ്വര പ്രാർത്ഥനയൊക്കെ ചെയ്യുക. കാരണം പോസിറ്റീവായിട്ട് കുറച്ചുകൂടി എനർജി കൂട്ടുക, നമുക്ക് അനുസരിച്ച് നിൽക്കുമല്ലോ അല്ലേ. അതേപോലെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ടൈം എന്ന് പറയുന്നത് ഒരു മത്സര പരീക്ഷയെ അഭിമുഖീകരിക്കുന്നവർക്ക്, ഒരു മേജറായിട്ടുള്ള ഒരു എക്സാമിനെ അഭിമുഖീകരിക്കുന്നവർക്കൊക്കെ ഈ മാസം എന്ന് പറയുന്നത് ഒരു നല്ല മാസമായിട്ട് പറയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ സ്പെഷ്യൽ ആയിട്ടൊരു കോളേജിൽ പഠിക്കണം, അല്ലെങ്കിൽ ഇന്ന സ്പെസിഫിക് ആയിട്ടുള്ള കോളേജിൽ പഠിക്കണം, യൂണിവേഴ്സിറ്റി പഠിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നടത്തിയെടുക്കാൻ സാധിക്കും. ഈ ടൈം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് നമ്മളിടുന്ന എഫേർട്ട്, നമ്മുടെ ഒരു സത്യസന്ധതയ്ക്കൊക്കെ കൃത്യമായിട്ട് റിസൾട്ട് തരുന്നൊരു ടൈമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മാസത്തെ പറയാം കേട്ടോ. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 4 ഗ്രഹങ്ങളോട് ഒന്നിച്ച് മാസത്തിന്റെ ആദ്യ തുടക്കത്തിൽ 8-ലാണ് നിൽക്കുക എന്ന് പറയുന്നത്. ഈ ഒരു ടൈമിൽ നമുക്കൊരു ക്ഷീണം, തളർച്ച, ഒരു പാനിക്കോള്, അതുപോലെ തന്നെ ചെറിയ ചെറിയ ബോഡി പെയിനുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, മെഡിസിൻ കഴിക്കുക, അല്ലെങ്കിൽ ഡോക്ടറിനെ കാണുക. മെഡിസിൻ കഴിക്കാൻ ഞാൻ പറയില്ല, ഡോക്ടറിനെ കാണാം. ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ചെയ്താൽ മാത്രം മരുന്ന് കഴിക്കുക. മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് മേടിക്കുന്ന സ്വഭാവം നിർത്തുക. ഓക്കെ, എന്തെങ്കിലും നമ്മൾ കൃത്യമായിട്ട് എന്താണ് അത് പഠിച്ച് പാസ്സായ, അതിപ്പോൾ ഏത് ചികിത്സയായാലും, നിങ്ങൾക്ക് അലോപ്പതി വേണമെങ്കിൽ അലോപ്പതി എടുക്കാം, ആയുർവേദമെങ്കിൽ ആയുർവേദം, ഇനി ഹോമിയോ എങ്കിൽ ഹോമിയോപ്പതി, ഇനി അതല്ല ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് ആയ അക്യുപഞ്ചർ, അക്യുപ്രഷർ, സുജോക്ക്, അങ്ങനത്തെ റിലേറ്റഡ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് എന്താണ് നമുക്ക് വിശ്വാസമുള്ളത്, നമുക്ക് ട്രസ്റ്റുള്ള എന്താണോ, മെഡിസിൻ എന്താണോ, അതിൽ ട്രീറ്റ്മെൻറ്റ് എന്താണോ അത് നമ്മൾ ചെയ്യാം. ഓക്കെ, ഇനി ഒരു സീനിയേഴ്സ് ആയിട്ടുള്ളവർ, നമ്മുടെ ഒരു 55-60 വയസ്സ് മുകളിലേക്കുള്ളവർ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ മാസം എന്ന് പറയുന്നത് നമുക്ക് നല്ല അനുകൂലമായിട്ടുള്ള മാസമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനൊക്കെ യോഗമുള്ള ഒരു മാസമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മാസത്തെ കാണാൻ സാധിക്കും കേട്ടോ. ഇത്രയൊക്കെയാണ് പൊതുവായിട്ട് ഇടവരാശിക്കാരുടെ കാര്യങ്ങൾ പറയാനുള്ളതെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പൊതുവായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം വെച്ചാൽ നമുക്ക് വീട്ടിലെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് എന്ത് ചെയ്യാം, സന്ധ്യാനേരത്ത് പ്രാർത്ഥനകൾ എന്ത് ചെയ്യുക, നമുക്കറിയാവുന്ന മന്ത്രങ്ങൾ, കീർത്തനങ്ങളെല്ലാം പാരായണവും ധ്യാനവും ഒക്കെ ചെയ്യുക അല്ലേ. ഒന്നിച്ച് കുടുംബത്തിൽ എല്ലാവരും കൂടെ ഒത്തുകൂടിയിരുന്ന് സന്ധ്യാനേരത്ത് ദീപം കത്തിരിച്ച് ഒന്നിച്ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന സുഖം എന്ന് പറയുന്നത് ഭയങ്കരമാണ് അല്ലേ. ഭയങ്കരമായിട്ടൊരു ആനന്ദം. നമ്മുടെ വീട്ടിൽ തന്നെ നല്ലൊരു ഓറ, നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരും, നമ്മുടെ വീട്ടിൽ വരും. നല്ലൊരു എനർജി നമ്മുടെ വീട്ടിൽ നിൽക്കും. അപ്പം തന്നെ നമുക്ക് കുറേ ദോഷങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മളിലേക്ക് ബാധിക്കാതെ എന്ത് ചെയ്യും, തിരിച്ചു പോകും അല്ലേ. അതുപോലെ പ്രവർത്തികൾ ചെയ്യുക, ചിന്തകൾ ചെയ്യുക, അതുപോലെ നല്ല സംസാരിക്കുക, നല്ല ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാന്നല്ല, നല്ല കാര്യങ്ങൾ സംസാരിക്കുക. ഓക്കെ, അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ദോഷം വരുന്ന കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക, പ്രവർത്തിക്കാതിരിക്കുക ഒക്കെ ചെയ്താൽ നമുക്ക് എന്താണ് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരും. പിന്നെ നമുക്കറിയാം ഇതെന്ന് പറയുന്നൊരു പൊതുഫലം മാത്രമാണ് അല്ലേ. നമുക്ക് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ ജാതകം പരിശോധിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അത് നമുക്ക് വിശ്വാസമുള്ള ഏത് ദൈവജ്ഞനാണോ ആ ദൈവജ്ഞനെ കണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ജാതകം പരിശോധിക്കാൻ പറ്റും അല്ലേ. ഇത്ര നേരം എന്നോടൊപ്പം ഈ ആസ്ട്രോളജിക്കൽ ലൈഫ് സയൻസ് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.